അപ്പം അങ്ങനെ നമ്മുടെ കേരള പര്യടനം തിരുവനന്തപുരം കൊല്ലവും പിന്നിട്ട് നമ്മൾ പത്തനംതിട്ടയിലേക്ക് യാത്രയാണ്. കൊല്ലത്ത് ഞങ്ങൾ പുനലൂർ ബ്രിഡ്ജും പിന്നെ നമ്മുടെ ജഡായു പാറയും ഒക്കെ കണ്ടു. ജഡായു പാറയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല, സമയം തെറ്റിപ്പോയി. കാരണം സമയം തെറ്റിയെന്നല്ല, ഞങ്ങൾ ജഡായു പാറയുടെ മുകളിലേക്കുള്ള വഴിയിലൂടെ വണ്ടി നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരണം. അങ്ങനെ ഏറ്റവും മുകളിലെത്തിയപ്പോഴാണ് അവിടെയല്ല, തിരിച്ചു പോകണം, താഴെ ചെന്നിട്ട് വേണം ടിക്കറ്റ് എടുത്ത് കയറാൻ പറഞ്ഞു. അങ്ങനെ താഴെ ചെന്നപ്പോഴത്തേക്കും ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു. 5:30ക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ 5 മണിക്ക് ക്ലോസ് ചെയ്തു. റോപ്പ് വേക്ക് എന്തോ കംപ്ലൈൻറ്റ് വന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 5 മണിക്ക് നടന്നു പോകുന്നത് കേബിൾ കാർ. അപ്പോൾ അത് നടന്നു പോകുന്നത് അവർ 5 മണിക്ക് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കയറ്റിയില്ല. പിന്നെ അതിരാവിലെ ഞങ്ങൾ രാത്രി തന്നെ പുനലൂരെത്തി. പുനലൂർ സ്റ്റേ ചെയ്ത് അതിരാവിലെ എണീച്ച് പുനലൂർ ബ്രിഡ്ജ് കണ്ടു. പുനലൂർ ബ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിന്നില്ല, കാരണം അത് 9 മണിക്ക് ഓപ്പൺ ആക്കുള്ളൂ. കാരണം ഉള്ളിലേക്ക് കയറിയിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പുറത്തുനിന്ന് മനോഹരമായിട്ട് തന്നെ അതിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റി. ശേഷം ഞങ്ങൾ നേരെ പത്തനംതിട്ടയിലേക്കാണ് പോണേ. പത്തനംതിട്ടയിൽ പന്തളം കൊട്ടാരം അല്ലേ, പന്തളം പാലസ് കാണുക എന്നുള്ളതാണ് ലക്ഷ്യം. പന്തളം പാലസ് കണ്ടതിന് ശേഷം നേരെ കോട്ടയത്തേക്കാണ് പിടിക്കുന്നത്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കും. അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ പത്തനംതിട്ട, നമ്മൾ പന്തളം പാലസാണ് നമ്മുടെ ലക്ഷ്യം. പന്തളം പാലസ് നമ്മൾ കോട്ടയത്തേക്കാണ് പോകുന്നത്. കോട്ടയത്ത് പിന്നെ ഇടുക്കി കയറും. അങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ പത്തനംതിട്ടയ്ക്ക് വന്നു തുടങ്ങി. പത്തനംതിട്ട പാലസാണ് നമ്മുടെ ലക്ഷ്യം ഇനി. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ പത്തനംതിട്ട പന്തളം പാലസിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പന്തളം പാലസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടുത്തെ കാണാമായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ചെയ്യാനേ, കാരണം നമുക്ക് ടൈം ഒന്നുകൂടെ ഇതാക്കാനാണ്. കാരണം ഞങ്ങൾ മാക്സിമം എല്ലാവരെയും പോയി കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യും, നോ പ്രോബ്ലം. പക്ഷേ കുറച്ച് ദൂരെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് എത്തുകയാണെങ്കിൽ വലിയ ഉപകാരമാണ് നമുക്ക്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മുടെ യാത്രാ ലക്ഷ്യം കൊണ്ടൊന്ന് പറഞ്ഞു പോകാം. യാത്രാ ലക്ഷ്യം എന്ന് പറയുന്നത് 6 വർഷം കൊണ്ട് കേരളത്തിൽ വന്ന മാറ്റങ്ങൾ കാണിക്കുക എന്നുള്ളതാണ്. അത് മലയാളികളെ കാണിക്കുക എന്നുള്ളതല്ല പ്രധാന ലക്ഷ്യം. നമുക്ക് മലാവിയിലെ ഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകളോട് നമ്മൾ പറയാറുണ്ട്, 30 വർഷം കൊണ്ട് അല്ലെങ്കിൽ 30-40 വർഷം കൊണ്ട് ഞങ്ങൾ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രം നടക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ വീടുകളും ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ ശ്രമിച്ച്, നമ്മൾ കഷ്ടപ്പെട്ട്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണെന്നൊക്കെ ഞാൻ പറയുമ്പോഴും അവർക്കത് വിശ്വസനീയമല്ല. അപ്പോൾ അവർ പറയും, നിങ്ങൾ ഭയങ്കര പൈസ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ പലതും അവർ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളുകൾ കാണിക്കുമ്പോൾ ഒരിക്കലും അത് ഗവൺമെൻറ് സ്കൂളാണെന്ന് അവർ അംഗീകരിക്കാറില്ല, അത് പ്രൈവറ്റ് സ്കൂളായിരിക്കും. നമ്മൾ ഹോസ്പിറ്റൽ കാണിക്കുമ്പോഴും അവർ അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അവിശ്വസനീയമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഴയ ഹോസ്പിറ്റലിലെ ഫോട്ടോയും പുതിയ ഹോസ്പിറ്റലിലെ ഫോട്ടോസൊക്കെ ഞങ്ങൾ കാണിച്ചു കൊടുക്കും ഈ നെറ്റിൽ നിന്നൊക്കെ എടുത്തിട്ട്. അപ്പം അതൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് വിശ്വാസമില്ല. അപ്പോൾ നമ്മൾ നേരിട്ട് പോയി കണ്ട് വീഡിയോയിലൂടെ കാണുന്നത് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കേരളത്തിലെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വീഡിയോ ചെയ്യും. അപ്പോൾ നമ്മുടെ റോഡുകൾ, നമ്മുടെ സിറ്റികൾ, ഇതെല്ലാം വന്ന മാറ്റങ്ങളാണ്. ചെറിയ കാലയളവിൽ തന്നെ ഉണ്ടായ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം അവരെ കാണിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ നമുക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ അതിനകത്ത് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും നല്ല പെട്ടെന്നൊരു മാറ്റം വന്ന നമ്മുടെ ഗവൺമെൻറ് സ്കൂള്, നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ, അങ്ങനെ നമ്മൾ പോണ വഴിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങളിപ്പം കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകൾ ബാക്കിയുണ്ട്. പത്തനംതിട്ടയ്ക്ക് വരാനും പോവുകയാണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു, നിങ്ങളുടെ ഒരു സ്കൂള് വലിയ മാറ്റം വന്നൊരു സ്കൂളുണ്ട്, നിങ്ങൾ പഠിച്ച സ്കൂള് ഇന്ന് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത് വലിയൊരു മാറ്റത്തിലാണ് എന്ന് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്കൂളോ ഹോസ്പിറ്റലോ, നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങളുടെ മക്കളെയും കൊണ്ട് പോകുന്ന സമയത്ത് ഉണ്ടായ മാറ്റം എന്താണെന്ന് ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പെർമിഷൻ എടുത്ത് തരികയാണെങ്കിൽ, കാരണം നമുക്ക് ഗവൺമെൻറ് സ്കൂളുകളുടെ ഹോസ്പിറ്റലിലേക്ക് പെർമിഷൻ കിട്ടാതെ നമുക്ക് പെട്ടെന്ന് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന സ്കൂളോ, നിങ്ങൾ PTA പ്രസിഡൻ്റായിട്ടോ PTA വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളോടൊന്ന് അറിയിക്കുക. അപ്പോൾ ഞങ്ങളത് വന്നിട്ട് ഒന്ന് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങളൊന്നാണ് റോഡുകൾ നമ്മൾ ഫുള്ളി കവർ ചെയ്തു, ഗ്രാമങ്ങളും നഗരങ്ങളും എല്ലാം നമ്മളെടുത്തു. പക്ഷെ നമുക്കിനി വേണ്ടത് ഹോസ്പിറ്റലും സ്കൂളൊക്കെയാണ്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് പരിഗണനയിൽ വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അപ്ഡേഷൻ വീഡിയോ ഇപ്പോൾ ഇട്ടതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, നമുക്ക് കാണാൻ പറ്റുന്നവരെയൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു അപ്ഡേഷനിൽ പറയാനുള്ളത്.